പണ്ട് അംഗൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഉപ്പുമാവില്ലേ, ചോളപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്പുമാവ്, ആ ഒരു ഉപ്പുമാവാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അംഗൻവാടികളിൽ നിന്നൊക്കെ ഗോതമ്പ് റവ കൊണ്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഉപ്പുമാവ് ചോളപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള ചോളപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. പുട്ടൊക്കെ നനക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഉരുളി നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുക് ഇടുക, കറിവേപ്പില, കുറച്ച് വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ചോളപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ചോളപ്പൊടി അമ്മ പുറത്തുനിന്ന് വാങ്ങിയതാണേ. അതിന് എഴുതിയിട്ടുണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. കുറേ നാളുകൾക്ക് ശേഷം കഴിക്കുന്നതാണേ. അടിപൊളി ടേസ്റ്റ് ഉണ്ടേ. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് കഴിച്ചിട്ടുള്ളവരൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റും ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.